ഹായ്, നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ നോക്കാം. അതായത് സ്റ്റോപ്പ് ലോസ് സ്ട്രാറ്റജി. ഇത് ഒരുപക്ഷെ നിങ്ങൾ മിക്ക വീഡിയോസും കണ്ടിട്ടുണ്ടാവും. സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ അതിൽ പറയാത്ത കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളിത് വീഡിയോ ശ്രദ്ധിച്ച് കാണുക. സ്റ്റാർട്ട് ടു എൻഡ് വരെ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യരുത്. കാരണം ഓരോ പോയിന്റുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാനത് ചാർട്ടിൽ എങ്ങനെയാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നോട്ട് ജസ്റ്റ് തിയറി മാത്രമല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ചാർട്ടിനകത്തത് എങ്ങനെയാണത് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, സോ നമ്മൾ സ്റ്റോപ്പ് ലോസ് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് സ്റ്റോപ്പ് ലോസ്? നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഓടിച്ചു പോകുന്നു, നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നു, അല്ലെങ്കിൽ കാർ ഓടിച്ചു പോകുന്നു, നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നു. എന്തിനാണ്? ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലേ? അതായത് ആക്സിഡന്റ് ഉണ്ടാവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ആക്സിഡന്റ് സംഭവിച്ചാൽ വലിയ ഇഞ്ചുറിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ, അതാണല്ലോ ശരിക്കും ഹെൽമെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് അതിനാണ് അല്ലേ? അല്ലാതെ പോലീസ് പിടിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഫൈൻ അടിക്കാതിരിക്കാനോ അതിനൊന്നും അല്ല. ജസ്റ്റ് നമ്മൾ ഉണ്ടാകാൻ പോകുന്ന ആക്സിഡന്റ് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് പ്രോബബിലിറ്റി ആണ്. മേ ബി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇഞ്ചുറി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ പർപ്പസ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡ് എടുക്കുന്നു. അതിപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ആവാം, ഓപ്ഷൻസിലോ സ്റ്റോക്കിലോ ആവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആകാം, സിംഗ് ട്രേഡിംഗ് ആകാം, എന്തും ആകാം. നമ്മളൊരു ബൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഷോർട്ട് സെല് ചെയ്യുന്നു. ഓക്കെ, അതിന് കൗണ്ടർ ആയിട്ടൊരു ട്രേഡ് നമ്മൾ കീപ്പ് ചെയ്യണം. എന്തിനാണ്? നമുക്ക് ഇൻ കേസ് നമ്മളുടെ ഡയറക്ഷൻ തെറ്റിപ്പോയി, നമുക്ക് സ്റ്റോപ്പ് ലോസ് വരാൻ ലോസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ലോസ് വലിയ ലോസായി നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുകയോ അല്ലെങ്കിൽ ക്യാപിറ്റലിലെ കുറേ അധികം പെർസെൻറ്റേജ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനോ വേണ്ടി നമ്മൾ ആ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് എന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഷുഡ് ബി വേർ യുവർ സെറ്റപ്പ് ബിക്കംസ് ഇൻവാലിഡ് എന്നൊരു പോയിന്റാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നമ്മൾ ഒരു സെറ്റപ്പിനെ ബേസ് ചെയ്തിട്ടാണ്, ഞാൻ ചാർട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഈ പോയിന്റ് നിങ്ങൾ നോക്കുക. സ്റ്റോപ്പ് ലോസ് ഷുഡ് ബി വേർ യുവർ സെറ്റപ്പ് ബിക്കംസ് ഇൻവാലിഡ്. അതായത് നമ്മുടെ സെറ്റപ്പ് ഇൻവാലിഡ് ആകുന്ന അവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ചാർട്ടിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്കിത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓക്കെ, നമ്മളത് 5 മിനിറ്റിലേക്ക് മാറ്റുകയാണ്. സോ എൻട്രാഡേ ചെയ്യുമ്പോൾ ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ട്രേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ രാവിലെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഇന്നലെ ഇവിടെ ക്ലോസ് ചെയ്തു അല്ലേ? ഇന്നലെ ക്ലോസ് ചെയ്തെങ്കിലും മാർക്കറ്റ് ബുക്ക് ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു യെല്ലോ ലൈൻ വന്നില്ല, ഈ ലെവലിൽ ക്ലോസ് ചെയ്തു. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ചെറിയൊരു ഗ്യാപ്പിലോട്ട്, ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ബയേഴ്സ് വന്നതായിട്ട് കണ്ടു. നമ്മളൊരു ഗ്രീൻ ക്യാനിൽ കണ്ടു. ഗ്രീൻ ക്യാനിൽ കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യും? ഇന്നൊരു മാർക്കറ്റ് മേളിലേക്ക് ചിലപ്പോൾ ഇത് ബ്രേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ലോങ് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരിക്കും. അതായത് സ്റ്റോക്ക് വാങ്ങുക അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ വാങ്ങാനുള്ളൊരു പരിപാടി ആയിരിക്കും ഉണ്ടാവും, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എന്താണ് നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നെക്സ്റ്റ് എന്താ സംഭവിച്ചത്? ഒരു റെഡ് ക്യാൻഡിൽ വന്നല്ലേ? ആ റെഡ് ക്യാൻഡിൽ ഏകദേശം ഇതിൻ്റെ ഒരു 50% താഴെ വന്ന് ക്ലോസ് ചെയ്തു. അതായത് അവിടെ സെല്ലേഴ്സ് അഗ്രസീവായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അത് കാണിച്ചത് അല്ലേ? അപ്പോൾ അവിടെ ബൈ പ്രതീക്ഷിച്ച് മാർക്കറ്റ് മുകളിൽ പോകുന്ന ഉദ്ദേശിച്ച് നിൽക്കുന്നവർക്കൊക്കെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു സെല്ലേഴ്സ് അഗ്രസീവായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രൊഫഷണൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യും? ഈ ഒരു സെല്ലേഴ്സിൻ്റെ വരവ് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യും? ഇത് ഒരു സെറ്റപ്പ് ആക്കിയിട്ട്, അതായത് പ്രൈസ് ആക്ഷൻ മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നവർ ഇത് സെറ്റപ്പ് ആക്കിയിട്ട്, അതായത് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്തില്ല, ഇന്നലത്തെ ക്ലോസിന് താഴെ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? മാർക്കറ്റിൽ ഒരു ബിയറിഷ്നെസ് ഉണ്ടെന്ന് കരുതിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? പ്രൊഫഷണൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ സ്മാർട്ട് മണി എന്ത് ചെയ്യും? ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല് ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഷോർട്ട് സെല് ചെയ്യും. ഓക്കെ, അതായത് മാർക്കറ്റ് ബിയറിഷ് ആണല്ലോ. അപ്പോൾ നമ്മുടെ മൂവ് നമ്മുടെ വ്യൂ താഴേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് സെല്ലോ അല്ലെങ്കിൽ ഒരു സെൽ എൻട്രി എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാം, സെൽ എൻട്രി ഇവിടെ എടുക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് അവർ എവിടെയാണ് സാധാരണ വെക്കുക? ഇതാണ് അവരുടെ സെറ്റപ്പ് അല്ലേ? ഈ ഒരു ക്യാൻഡിലിനെ അതിൻ്റെ ഒരു 50% താഴേക്ക് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇതാണ് അവരുടെ സെറ്റപ്പ്. അപ്പം സ്വാഭാവികമായിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ? ഓക്കെ ആണല്ലോ, ഇതായിരിക്കും. ഇവിടെ ആയിരിക്കും അവർ എൻട്രി ചെയ്യുക, ഇവിടെ ആയിരിക്കും അവരുടെ SL എന്ന് പറയുന്നത്. ഓക്കെ, ഈ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? സെൽ ഓർഡർ ആണ് അല്ലേ? അഥവാ ഈ നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് താഴേക്ക് പോവില്ല, തിരിച്ച് കയറിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായി? അവരുടെ ഈ സെറ്റപ്പ് ഇൻവാലിഡ് അല്ലേ?
ആ സെറ്റപ്പ് ഇൻവാലിഡ് ആകുന്ന സ്ഥിതിക്ക് അവർ എന്ത് ചെയ്യണം, ഇവിടെ അവരുടെ സ്റ്റോപ്പ് ലോസ് അവർ വെച്ചിട്ട് അവർ ഓർഡർ എക്സിറ്റ് ചെയ്യണം. അതായത് ഇവിടെ സെല്ല് ചെയ്തു, തിരിച്ചത് ബൈബാക്ക് ചെയ്തിട്ട് ഇവിടെ അവർ എക്സിറ്റ് അടിക്കും. ഓക്കെ, ഇതാണ് സെറ്റപ്പ് ഇൻവാലിഡ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്നൊരു കൺസെപ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് സ്റ്റോപ്പ് ലോസ് ഷുഡ് ബി വെയർ യുവർ സെറ്റപ്പ് ബിക്കംസ് ഇൻവാലിഡ്. മനസ്സിലായല്ലോ? അല്ലാതെ ചിലരെന്ത് ചെയ്യും, റാൻഡം ആയിട്ടുള്ളൊരു പോയിന്റ് വെക്കും. ഓക്കെ, ഞാൻ 10 രൂപയ്ക്ക് വാങ്ങി, ഓക്കെ 8 രൂപയിലേക്ക് ഇറങ്ങി ഞാൻ അത് എക്സിറ്റ് അടിക്കാം. അല്ലെങ്കിൽ 100 രൂപയ്ക്ക് മേടിച്ചു, ഒരു 94 രൂപ ആണെങ്കിൽ തിരിഞ്ഞ് എൻ്റെ ഡയറക്ഷനിൽ വന്നില്ല, മാർക്കറ്റ് 94ലേക്ക് പോയി, ഞാൻ ഇറങ്ങും. ഇപ്പം ഞാനൊരു 1000 രൂപയുടെ ഒരു സ്റ്റോക്ക് വാങ്ങി. ഓക്കെ, ഒരു 995 തിരിച്ച് അത് ഇറങ്ങുന്ന കണ്ടാൽ ഞാൻ ഇറങ്ങും എന്ന് നമ്മൾ വെക്കുന്നതാണ് റാൻഡം ആയിട്ടുള്ള പോയിന്റ്. അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റപ്പ് ഇൻവാലിഡ് ആകുന്ന സ്ഥലങ്ങളിൽ മാത്രം സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് ശ്രമിക്കുക. ചിലർ ചെയ്യുന്നത് വേറൊരു മെത്തേഡ് ഉണ്ട്, ഫിക്സഡ് റുപ്പി ലോസ് വെക്കും. അതായത് ഞാനിപ്പോൾ ഒരു 10,000 രൂപ ട്രേഡ് ചെയ്തു, എനിക്ക് ഇന്നത്തെ നഷ്ടം സഹിക്കാൻ പറ്റുന്ന ഒരു 1000 രൂപയാണ് ഞാൻ വിചാരിക്കുക. 1000 രൂപ എപ്പോൾ ലോസ് കാണുന്നു അപ്പോൾ ഇറങ്ങും. അവിടെ നമ്മൾ സെറ്റപ്പ് ചിലപ്പോൾ ഇൻവാലിഡ് ആയിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മൾ ഈ 1000 രൂപ നമ്മൾ ലിമിറ്റ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, നമ്മൾ അപ്പം തന്നെ എക്സിറ്റ് അടിച്ചിട്ട് ചെയ്യും. പക്ഷേ ആ ട്രേഡ് മോസ്റ്റ്ലി എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് യഥാർത്ഥത്തിലുള്ള സ്റ്റോപ്പ് ലോസിൽ എത്താതെ അത് നമ്മുടെ ടാർഗറ്റ് വരെയോ അതിന് മേലെയൊക്കെ പോകാൻ സാധ്യതകളുണ്ട്. ഓക്കെ, പിന്നെ ചിലർ പേടിച്ചിട്ട് എക്സിറ്റ് അടിക്കും. എന്തുകൊണ്ടാണ്? സെറ്റപ്പേ ഇല്ല, ഒരു സെറ്റപ്പ് ഇല്ലാതെ റാൻഡമായിട്ട് വന്നിട്ട് എൻട്രി എടുക്കുകയാണ്. സെല്ലോ ബയ്യോ എന്തെങ്കിലും എടുത്തു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാനിൽ 2 പിടപെടയ്ക്കുന്നത് കാണുമ്പോഴത്തേക്കും ലോസ് കാണുമ്പോൾ അപ്പം തന്നെ പേടിച്ച് ചാടി ഇറങ്ങും. ഇതാണ് മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ള മെത്തേഡ് ഒന്നും ചെയ്യാതെ നമ്മുടെ സെറ്റപ്പ് കറക്റ്റായിട്ട് നോക്കിയിട്ട് എൻട്രി എടുക്കുക. ആ സെറ്റപ്പ് ഇൻവാലിഡ് ആകുന്ന ആ പോയിന്റിൽ മാത്രം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിക്കുക. ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഓപ്ഷൻസ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് ചാർട്ടിൽ പ്രീമിയത്തിന്റെ തൊട്ട് താഴെയോ അല്ലെങ്കിൽ മുകളിലോ പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കരുത്. അത് വോളറ്റാലിറ്റിയുടെ സ്പൈക്കിൽ വന്നിട്ട് അടിച്ചു പോകും. അതേസമയം അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പോട്ട്, അതായത് നിഫ്റ്റിയിലാണ് ഇപ്പോൾ ഓപ്ഷൻസ് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റി സ്പോട്ട് ചാർട്ടിൽ ഈ പറയുന്ന സെറ്റപ്പ് ഇൻവാലിഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. നെവർ പ്ലേസ് സ്റ്റോപ്പ് ലോസ് അറ്റ് ഒബിയസ് ലെവൽസ്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാക്ട് ലെവലിൽ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെക്കാതിരിക്കുക. ഉദാഹരണം പറയാം, ഇപ്പം നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണ്. ഓക്കെ, നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് എടുത്തു. ഇന്ന് ഞാൻ പറഞ്ഞ രാവിലത്തെ സെറ്റപ്പ് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഈ ലെവൽ എന്ന് പറയുന്നത് 24,240 ലെവല്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്താണ്? 24,000 ഏകദേശം ഈ ഒരു ലെവല് അല്ലെ. ഈ ഒരു ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും 24,306 എന്ന് പറയും. അപ്പോൾ 24,300 കറക്റ്റ് കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കരുത്. അപ്പൊ അവിടുന്ന് കുറച്ച് മേലെ ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവേണ്ടത് അല്ലെ. ഇപ്പൊ ബൈ ട്രേഡ് എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോ കറക്റ്റ് ഇത് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുമെന്ന് വെച്ചോ. ഇപ്പം ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ട് ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു, ഇവിടെ കറക്റ്റ് എന്നിട്ട് റൗണ്ട് ലെവലാണെന്ന് വെക്കുക. ഉദാഹരണത്തിന് 24,000 ആണെന്ന് വെക്കുക. അവിടെ കറക്റ്റ് കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കാൻ പാടില്ല, അവിടെ വെക്കുകയും ചെയ്തത്. അതിൽ നിന്ന് കുറച്ചൊരു 10-15 പോയിന്റ്, നിഫ്റ്റിയൊക്കെ ആണെങ്കിൽ ഒരു 10-15 പോയിന്റ് മാറ്റിയിട്ടായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് 1-2 5 മിനിറ്റ് 1-2 3 ക്യാൻഡിൽ അവിടെ ഫോമായി അവിടുത്തെ പ്രൈസ് ആക്ഷൻ എന്താണ് സംഭവിക്കുന്നത് നോക്കിയിട്ട് മാത്രം സ്റ്റോപ്പ് ലോസ് വേണോ വേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ആ പോയിന്റ് മനസ്സിലായല്ലോ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, നെവർ പ്ലേസ് സ്റ്റോപ്പ് ലോസ് അറ്റ് ഓബിയസ് ലെവൽസ്. കൃത്യമായ ലെവലുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാടില്ല. അതുപോലെ റൗണ്ട് ലെവൽ മാത്രമല്ല സപ്പോർട്ട്, എക്സാക്ട് സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ ലോ എന്ന് പറയുന്ന എക്സാക്ട് ലെവലുകളുണ്ടല്ലോ, ഒരിക്കലും അവിടെ പോയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാടില്ല. ഓക്കെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കുക, നിങ്ങളിപ്പോൾ ഇന്നലത്തെ ട്രേഡ് നോക്കുക. ഇതാണ് കറക്റ്റ് ഇന്നലത്തെ ഡേ ഹൈ അല്ലേ, ഇത് ഡേ ലോ. ഇപ്പം ഇവിടെ കൊണ്ട് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കരുത്. ഒന്നുകിൽ ഇവിടെ വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ബൈ ഇത് ഇവിടുന്ന് ഒരു ലോങ് എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരിക്കലും ഈ കറക്റ്റ് ഈ പ്രൈസ് ലെവലിൽ വെക്കാൻ പാടില്ല, അവിടുന്ന് കുറച്ച് താഴെ ഇറക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വരയ്ക്കുമല്ലോ. ഇപ്പോൾ സപ്പോർട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ വരയ്ക്കുന്നു, എക്സാക്റ്റ് ആ ലെവലിൽ വെക്കാതെ അതിന് തൊട്ട് താഴെയോ മേളിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, പെട്ടെന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ പോയിട്ട് ഒരു സ്പൈക്ക് ഇങ്ങനെ കയറും, കാലിൽ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ അപ്പം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം അടിച്ചു, എന്നിട്ട് എന്ത് ചെയ്യും, നേരെ അവിടുന്ന് റിജക്ട് ചെയ്ത് താഴെ വരും ക്യാൻഡില്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ നമ്മുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റായിട്ട് മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്റ്റിലേക്ക് വരും. അപ്പോൾ നമ്മളിങ്ങനെ റിഗ്രറ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് ഒരിക്കലും ഒബ്വിയസ് ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പാടില്ല. അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, വെയിറ്റ് ഫോർ പ്രൈസ് ആക്ഷൻ. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ട് ഈ പോയിന്റ് സംസാരിക്കാം. അതായത് ഒരിക്കലും പ്രൈസ് ആ ലെവലിലേക്ക് വന്ന ഉടനെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യരുത്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതൊന്ന് ഹിറ്റ് ആയി പോകും. അതുകൊണ്ട് ഇട്ട് വെക്കരുത്, നമ്മുടെ മൈൻഡിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക.
ആ ലെവലിൽ വന്ന് ക്യാൻഡിൽ വന്ന ഉടനെ തന്നെ എക്സിറ്റ് അടിക്കരുത്. ഇപ്പം അഗ്രസീവായിട്ടുള്ള ക്യാൻഡിലൊക്കെ വരും, വലിയ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങില്ല നേരം നിവൃത്തി. അതോ പ്രത്യേകിച്ച് വോളറ്റാലിറ്റി കൂടുതലുള്ള സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് എഫക്റ്റോ ഇവന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ ക്യാൻഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ക്യാൻഡിൽ വരുമ്പോൾ നമ്മളത് ക്ലോസിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നിന്നിട്ട് കാര്യമില്ല. വലിയ ക്യാൻഡിലാണ് വരുന്നത്, അതും ഇപ്പോൾ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു 3-4 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസും കഴിഞ്ഞ് കുറേ ക്യാൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് അടിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ലോസ് ഉണ്ടാക്കും. ഓക്കെ, അത് പ്രത്യേകിച്ച് ഇവന്റുകൾ ന്യൂസും ഒക്കെ ഉള്ളപ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത ഉടനെ ഇറങ്ങരുത്. ചിലപ്പോൾ അത് റിജക്ട് ചെയ്തിട്ട് നമ്മളെ ട്രാപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ അടുത്തൊരു ക്യാൻഡിൽ പോകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ എൻട്രി എടുക്കാൻ ചിലപ്പോൾ ക്ഷമ കാണിക്കില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കുന്നതിന് നമ്മൾ ക്ഷമ കാണിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ആ പ്രൈസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ റിജക്ട് ചെയ്യുന്നുണ്ടോ, അതായത് നമ്മുടെ ആ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ വന്ന പ്രൈസ് അവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എങ്കിൽ നമ്മളിത് സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കുക. അതല്ല ഇൻ കേസ് റിജക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ നമുക്ക് ആ ട്രേഡ് പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ആ പോയിന്റാണ് നമുക്ക് മൂന്നാമതായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ പോയിന്റ് നോക്കാം. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷൻ സൈസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ എന്താ ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഓരോ ട്രേഡിനും സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമുക്ക് സ്റ്റോപ്പ് ലോസ് എപ്പോഴും എങ്ങനെയാണ് വെക്കേണ്ടത്, കണക്കാക്കേണ്ടത് പൊസിഷൻ സൈസിങ്ങിലൂടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ നിഫ്റ്റിയിൽ എൻട്രി എടുക്കാൻ പറ്റില്ല, പുട്ട് ഓപ്ഷൻ ആയിരിക്കും നമ്മളിവിടെ വാങ്ങുക, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ലായിരിക്കും നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ എടുക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മളിവിടെ ഈ സെറ്റപ്പ് കണ്ടിട്ട്, ഇതിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു. വീഡിയോ ആദ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയി കാണുക. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. നമ്മൾ പറഞ്ഞു ഇവിടെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറഞ്ഞല്ലേ. ഇവിടെ SL-ഉം ഇവിടെ എൻട്രിയാണ് ഇവിടെ. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. ഏകദേശം എത്ര പോയിന്റ് ഉണ്ട് നിഫ്റ്റിയിൽ? ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 58 പോയിന്റ് കാണുന്നുണ്ട്. 58 പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അഡ്മണി സ്ട്രൈക്കാണ് പുട്ട് ഓപ്ഷൻ എടുക്കുന്നതെങ്കിൽ ഏകദേശം ഇതിന്റെ പകുതി ഒരു 30 പോയിന്റ് ആയിരിക്കും നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്രീമിയത്തിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ ട്രേഡിൽ, ഈ ഒരു ട്രേഡിൽ നിങ്ങൾ ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്ന ഒരു 3000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ട്രേഡ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ എത്ര ലോട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ നിഫ്റ്റി 65 ക്വാണ്ടിറ്റിയാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത് അല്ലേ. മിനിമം 65 ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിരിക്കണം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ ട്രേഡിന് നിങ്ങൾ ബിയർ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 3000 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ 30 പോയിന്റ് ആണ് പ്രീമിയത്തിൽ ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈ 3000 ഡിവൈഡഡ് ബൈ 30. ഓക്കെ, 30 അടിക്കുക. അപ്പോൾ എന്തായി, 100 ക്വാണ്ടിറ്റി വരും. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എത്രയാണ്? 100 എണ്ണമാണ് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റി നമുക്ക് 65 ഒരു ലോട്ട്. അപ്പോൾ 65-ന്റെ കൂടെ 2 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 130 ആവും. അപ്പോൾ നമ്മുടെ റിസ്ക് കവിഞ്ഞു പോകും. 130 ഇൻറ്റു 30 പോയിന്റ് സ്റ്റോപ്പ് ലോസ് എന്ന് എത്രയാവും? 3900 ആവും അല്ലേ. നമുക്ക് 3000 ആണ് നമ്മുടെ ലോസ് ലിമിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോട്ട് എടുക്കുക, 65 ക്വാണ്ടിറ്റി മാത്രം എടുക്കുക. 65 ക്വാണ്ടിറ്റി എടുക്കുക. ഈ സ്റ്റോപ്പ് ലോസ് നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് കറക്റ്റ് വന്ന് അടിച്ചത് തന്നെ ഇരിക്കട്ടെ. നമുക്ക് എത്ര നഷ്ടമാവും? 1950 രൂപ നമുക്ക് ഒരു ലോട്ടിൽ നഷ്ടപ്പെടും. ഓക്കെ, നമ്മുടെ റിസ്ക് കപ്പാസിറ്റി എത്രയാണ്? 3000 ആണ് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അടുത്തൊരു ട്രേഡിനുള്ള ചാൻസും കൂടെ അന്നത്തെ ദിവസം ഉണ്ട്. ഇങ്ങനെ വേണം നമ്മൾ പൊസിഷൻ സൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ പൊസിഷൻ സൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർ ഡേ ലോസ് ഡിവൈഡഡ് ബൈ എന്താണ്, നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോന്ന് പരാതി പറയാൻ പാടില്ല, ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. അതായത് പെർ ഡേ ലോസ് ഡിവൈഡഡ് ബൈ എന്താണ്, നമ്മുടെ ലോസ് പോയിന്റ്. ഇതാണ് ശരിക്കും നമ്മുടെ റിസ്ക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പെർ ഡേ ക്വാണ്ടിറ്റി എത്രയാണ്, പെർ ഡേ ലോസ് എത്രയാണ്? 3000 ആണ്. ഡിവൈഡഡ് ബൈ 30 ആണ് നമുക്ക് ഈ ട്രേഡിൽ വരുന്ന ലോസ്. അപ്പോൾ ഈ ഈക്വൽ ടു എത്രയാണ്? നമുക്ക് ഒരു ലോട്ട് എടുക്കാവുന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരും അല്ലേ. 100 ക്വാണ്ടിറ്റി എടുക്കാം. അപ്പോൾ 100 ക്വാണ്ടിറ്റി നിഫ്റ്റിയിൽ എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ
ലോവസ്റ്റ് റൗണ്ട് ഓഫ് എന്ന് പറയുന്നത് 65. അപ്പോൾ നമ്മൾ 65 ക്വാണ്ടിറ്റി എടുക്കും. 65 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പൊസിഷൻ സൈസിങ് കണ്ടുപിടിക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് വെക്കാൻ നേരത്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേടിയുമില്ല. എന്താണ്, നമ്മൾ വളരെ ക്ലിയർ ആണ്. നമ്മുടെ എൻട്രി കറക്റ്റ് നമ്മൾ ഇവിടെ എടുത്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്, നമുക്ക് നല്ല ധാരണയുണ്ട്. ഇൻ കേസ് നമ്മുടെ വ്യൂ താഴേക്ക് വരും എന്നുള്ള നമ്മുടെ വ്യൂ തെറ്റിപ്പോയി മാർക്കറ്റ് തിരിഞ്ഞ് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സംഭവിക്കാൻ പോകുന്ന ലോസ് എന്ന് പറയുന്നത് 1950 രൂപയുള്ളൂ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ എൻ്റെ ഇന്നത്തെ ഞാൻ ഉദ്ദേശിച്ച ലോസ് എത്രയാണ്? 3000 വരെ എനിക്ക് ഇന്ന് റിസ്ക് ചെയ്യാനുള്ള പൈസ എൻ്റെ ഉണ്ട്. അപ്പം നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റും, ആ ട്രേഡിനെ വാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്ന് ഈ വ്യൂ കറക്റ്റ് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് താഴേക്ക് തന്നെ വന്നു അല്ലേ, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഇത് സെറ്റപ്പ് അനുസരിച്ച് ട്രേഡ് എടുത്തവർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സെറ്റപ്പുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനത് വീഡിയോസ് ചെയ്യാം. അതായത് ഏതൊക്കെ തരം സെറ്റപ്പുകൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തു തരാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എൻഡ് ടു എൻഡ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ 1-to-1 കോഴ്സസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് പഠിച്ച് കാര്യങ്ങൾ ബേസ് തൊട്ട് പഠിച്ച് അഡ്വാൻസ് ലെവൽ വരെ പഠിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്ററായി മാറാവുന്നതാണ്. ഓക്കെ, സോ അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞ പൊസിഷൻ സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഈസ് നോട്ട് എ ഫെയിലിയർ. ഓക്കെ, ഇതൊരു സെറ്റപ്പ് ഒന്നുമല്ല, ഇതൊരു റൂളാണ്. അതായത് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനോട് പറയും, അയ്യോ നിന്റെ എൻട്രി തെറ്റിപ്പോയി, നീ പഠിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ നിനക്ക് ട്രേഡ് ചെയ്യാൻ അറിയില്ല. ഇത് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളെ കൂടുതൽ വിഷമത്തിലേക്ക് കടത്തി വിടും. അതല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു ഫെലോ ട്രേഡർ ഉണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്ത് അറിയുന്ന ഒരാളുണ്ടെന്ന് നോക്കുക, ഇന്ന് നിനക്ക് ലോസ് ആണോ? എനിക്ക് ലോസ് പറ്റി. ഉടനെ നമ്മളെ എന്ത് ചെയ്യും? ഇൻസൾട്ട് ചെയ്യും അല്ലേ, അയ്യോ നിനക്ക് ട്രേഡിങ് അറിയില്ല, നീ പഠിച്ചില്ല, നിനക്ക് ഈ പണി ഇട്ടിട്ട് പോയിക്കൂടെ, അല്ലെങ്കിൽ നീ എന്തിനത് ചെയ്യുന്നു, ഡെയിലി എന്തിന് ക്യാഷ് കളയും എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഫെയിലിയർ അല്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണ്, നിങ്ങൾക്കൊരു കോസ്റ്റ് വരില്ലേ, നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെന്റ് വരില്ലേ, ഇല്ലേ? നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പണം ഉണ്ടാക്കാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ടാവും അല്ലേ. ഇപ്പം നിങ്ങൾ ജോലിക്കാരനാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് മാസം സാലറി കിട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും അവിടെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് ആ ജോലി ചെയ്ത് ആ സാലറി വാങ്ങാനായിട്ട്? നിങ്ങൾ ഓഫീസിൽ ട്രാവൽ ചെയ്ത് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പെൻസ് ഉണ്ട്, നിങ്ങൾക്ക് ലഞ്ച് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ട്. അങ്ങനെ ആ മാസ അവസാനം നിങ്ങൾക്കൊരു സാലറി കയ്യിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ. ആ സ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നത്. അല്ലാതെ ഇപ്പോൾ 1 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾക്ക് എല്ലാ മാസവും 1 ലക്ഷം കിട്ടുന്നു, അയാൾക്കത് ആ 1 ലക്ഷം സേവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. അയാൾക്കത് പല എക്സ്പെൻസ് ഉണ്ട് അതിൽ നിന്ന്. അപ്പം നമ്മൾ ബിസിനസ് ആണെങ്കിൽ പോലും നമ്മൾ എക്സ്പെൻസ് ഉണ്ട്, നമുക്കൊരു ബിസിനസ് നടത്തുന്നതിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞ പോലെ മാത്രമേ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ കാണാവുള്ളൂ. സ്റ്റോപ്പ് ലോസ് ഒരിക്കലും ഫെയിലിയർ അല്ല. ഈച്ച് ആൻഡ് എവരി ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. അതാണ് ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ, ഒരു ഡിസിപ്ലിൻഡ് ട്രേഡറുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയും അയാളെ സക്സസ്സിലേക്ക് എത്തിക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ സ്റ്റോപ്പ് ലോസ് അയാൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ് അല്ലേ. അപ്പം സ്റ്റോപ്പ് ലോസ് ഒരിക്കലും ഒരു ഫെയിലിയർ അല്ല, അത് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ പാർട്ടാണ്. അതില്ലാതെ ഒരിക്കലും നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. അതിപ്പം ഇൻട്രാഡേ ആയാലും ഓപ്ഷൻസ് ആയാലും സ്വിംഗ് ട്രേഡിങ്, പൊസിഷൻ ട്രേഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വേണം. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ് അല്ലേ. ട്രേഡ് എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി മാത്രം. ഒരിക്കലും നമുക്ക് 100% ഇത് ആക്യുറസി ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഫേക്കാണ്, നിങ്ങളുടെ പണം അപഹരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവരങ്ങനെ പറയുന്നത്. ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് ഒരു 100% ആക്യുറസി ഉള്ള സംഭവമല്ല, പ്രോബബിലിറ്റി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രോബബിലിറ്റി, ഇപ്പോൾ നമ്മളൊരു ബെറ്റ് വെക്കാൻ ഇറങ്ങുന്നു, നമുക്കറിയാം നമുക്ക് 100% വിജയം കിട്ടണമെന്നില്ല, നമുക്ക് ലോസ് വരാം അല്ലേ. നമ്മൾ ചിലപ്പോൾ തോറ്റുപോയാലും ബെറ്റ് എമൗണ്ട് നമ്മുടെ നിന്ന് പോകും. എന്ന് പറഞ്ഞാൽ ഈച്ച് ട്രേഡ് ഈസ് എ ബെറ്റ് എന്നാണ് അല്ലേ. ഓരോ ട്രേഡും ഓരോ ബെറ്റാണ്. അപ്പോൾ ഓരോ ട്രേഡിന് ഇറങ്ങുമ്പോഴും ഇതിൽ ഞാൻ എത്ര ബെറ്റ് വെക്കാൻ തയ്യാറാണ് എന്ന് നമ്മൾ മുൻപേ ഡിസൈഡ് ചെയ്തിട്ട് കൃത്യമായി ഡിസൈൻ ചെയ്ത് എടുക്കുന്ന ട്രേഡിനാണ് ബ്യൂട്ടി. അങ്ങനെ ഒരു ട്രേഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പേടിക്കാതെ ടെൻഷൻ ഇല്ലാതെ വളരെ കാമായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എയ്തർ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങളുടെ സെറ്റപ്പ് കറക്റ്റാണ്, നിങ്ങളുടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് അടിക്കില്ല, നിങ്ങൾക്ക് പ്രോഫിറ്റ് തരുള്ളൂ അല്ലേ. നമ്മൾ റാൻഡമായിട്ട് പോയിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പാറ്റേൺ കണ്ട് അവിടെ പോയിട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മേ ബി സ്റ്റോപ്പ് ലോസ് അടിക്കാം. അപ്പം പാറ്റേൺ ഫോം ആകുന്നത് എവിടെയാണെന്നുള്ളതും വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ പാറ്റേൺസ് എവിടെ വരണം, എവിടെ ഫോം ആകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ അത് അറിയിക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് കണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ജസ്റ്റ് കണ്ടുപോകാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് കൊടുക്കാം. കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും എഴുതി അറിയിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്കുകൾ ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അത്തരത്തിലുള്ള വീഡിയോസ് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.